നമുക്കിന്ന് ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് കുറച്ച് കീഴുള്ളവരല്ലേ ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കാര്യം നോക്കിയാലോ. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഇല്ലത്തിന് സമീപം മംഗലത്ത് എന്നൊരു നായർ ഭവനം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ശങ്കരൻ എന്നൊരു നായരുണ്ടായിരുന്നു. ശങ്കരൻ നായര്. അയാളുടെ ജോലി ആഴ്വാഞ്ചേരി മനക്കലെ കന്നുകാലികളെ മേയ്ക്കുകയായിരുന്നു. പണ്ടുകാലത്ത് അങ്ങനെയാണ്. ആ ജോലിക്ക് ശങ്കരനെ നിയമിച്ച കാലത്ത് മനക്കൽ അസംഖ്യം എണ്ണി തീർക്കാൻ കഴിയാത്തത്ര കന്നുകാലികൾ ഉണ്ടായിരുന്നു. ദിവസം തോറും രാവിലെ ശങ്കരൻ മനക്കൽ വന്നു കന്നുകാലികളെല്ലാം അഴിച്ചുവിട്ട് കൊണ്ടുപോയി തീറ്റി നേരം വൈകുമ്പോൾ മനക്കൽ കൊണ്ടുചെന്ന് തൊഴുത്തുകളിലാക്കി കെട്ടും. അങ്ങനെയാണ് പതിവ്. അയാൾ കന്നുകാലികളെ അഴിച്ചുവിട്ട് കൊണ്ടുപോകുമ്പോൾ അവ പല വഴിയായി പോയി തുടങ്ങും. വിളിച്ചാലും പറഞ്ഞാലും ഒന്നും അനുസരിക്കുന്ന പശുക്കളല്ലായിരുന്നു അവര്. ആകപ്പാടെ 100-150 എണ്ണം ഉണ്ടും താനും. അവയെല്ലാം മേയ്ക്കാൻ അയാൾ ഒരുത്തം മാത്രമേ ഉള്ളൂ. അതിനാൽ അയാൾ വളരെ വിഷമിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അയാൾ പറഞ്ഞിട്ട് കേൾക്കാതെ ഇരുന്നതിനാൽ ഒരു വടി കൊണ്ടൊരു പശുവിനെ ഒന്നടിച്ചു. ഒന്നേ അടിച്ചിട്ടു. അത് ചാവുകയും ചെയ്തു. ശങ്കരൻ പശുവിനെ അടികൊണ്ട സ്ഥാനം നോക്കി മനസ്സിലാക്കി. പിന്നെ പശുവായാലും കാളയായാലും പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അയാൾ ആ സ്ഥാനം നോക്കി ഒരടി കൊടുക്കും. അടി കൊണ്ടാൽ ഉടനെ ആ മൃഗം വീണ് ചാവുകയും ചെയ്തു. അത് മർമ്മസ്ഥാനത്ത് അങ്ങനെ പതിവായി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും കന്നുകാലികൾ മിക്കതും ചത്തൊടുങ്ങി ശങ്കരന്റെ ബുദ്ധിമുട്ടും വളരെ കുറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്തുണ്ടായിരുന്നു, തമ്പ്രാക്കൾ അതിന്റെ കന്നുകാലികളെല്ലാം നന്നായിരിക്കുന്നു എന്ന് നോക്കാനായി ചെന്നു. തൊഴുത്തുകളിൽ നോക്കിയപ്പോൾ അവ മിക്കവാറും ശൂന്യങ്ങളായി ഇരിക്കുന്നതാണ് കണ്ടത്. ഒരു തൊഴുത്തിലും മാത്രം 1-2 പശുക്കളുണ്ടായിരുന്നു. അവയും പട്ടിണി കിടന്ന് ക്ഷീണിച്ച് ഏകദേശം ചാകാറായിരുന്നു. ഇന്ന് തമ്പ്രാക്കൾ ശങ്കരനെ വിളിച്ച്, നമ്മുടെ കന്നുകാലികളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പൊ ശങ്കരൻ, അതങ്ങനെ ഇരിക്കും, ആരായാലെന്താ, കന്നുകാലികളായാലും വകതിരിവ് വേണം. പറഞ്ഞ കേൾക്കാഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അടിയനോട് കളിച്ചാൽ അങ്ങനെയാണ് തമ്പുരാനെ. എന്താ ഗംഭീരം കേട്ടോ ഉത്തരം. നീ എന്താണ് പറയുന്നത് ശങ്കര? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നമ്മുടെ കന്നുകാലികളൊക്കെ എവിടെ പോയി? അവയൊക്കെ അസത്തുക്കളും അധികപ്രസംഗികളുമായിരുന്നു തമ്പുരാനെ. പറഞ്ഞ കേൾക്കുന്നതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇരിക്കട്ടെ, അവ എവിടെ? എല്ലാം ചത്തു. അയ്യോ, അതെങ്ങനെ? പറഞ്ഞതുപോലെ കേട്ടു കഴിഞ്ഞിട്ട് അടിയൻ ഓരോ വീക്ക് കൊടുത്തു. എല്ലാം മറിഞ്ഞു വീണ് ചാവുകയും ചെയ്തു. അവയെല്ലാം അസത്തുക്കളായിരുന്നു തമ്പുരാനെ. അങ്ങനെയുള്ളവ നമുക്ക് വേണ്ടാട്ടാ. തെക്കോട്ട് പോകാൻ പറഞ്ഞ വടക്കോട്ട് പോകും. അങ്ങനെയുള്ളവ നമുക്ക് എന്തിനാണ്? പിന്നെ അഹങ്കാരം എന്തി പറയുന്നത്? അയ്യോ മഹാഭാവി, നീ ചതിച്ചല്ലോ. മുതലോ പോയതോ പോയി, അത് വല്ലതുമാകട്ടെ. നീ മഹാഭാവമെല്ലാം കെട്ടിവെച്ചല്ലോ. ഇതിന്റെ ഒരു അംശം നമ്മുടെ തറവാട്ടേക്ക് ഇരിക്കുമല്ലോ ഗുരുവായൂരപ്പ. നീ ഇനി എത്ര കാലം നരകം അനുഭവിച്ചാൽ ഈ പാപമെല്ലാം തീരും? വലിയ കഠിനമായി പോയി കേട്ടോ എന്ന് പറഞ്ഞു തമ്പ്രാക്കള്. അപ്പൊ ശങ്കരൻ, അയ്യോ, അടിയനതൊന്നും വിചാരിച്ചില്ല. അടിയനതൊന്നും അറിയാനും വയ്യ. പാപമെന്ന് പറഞ്ഞാൽ എന്താണ് തമ്പുരാനെ? അവിടുന്ന് പാപമെന്നും നരകമെന്നൊക്കെ അരുളി ചെയ്യുന്നതിന്റെ സാരം അടിയന് മനസ്സിലാകുന്നില്ലല്ലോ. അയാൾ പാപമെന്നും പുണ്യമെന്നും നരകമെന്നും സ്വർഗമെന്നുമുള്ള ഒന്നും കേട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അയാൾ ഒടുവിൽ പറഞ്ഞത് കേട്ടിട്ട് തമ്പ്രാക്കൾ പാപപുണ്യങ്ങളെയും നരകസ്വർഗങ്ങളെയും മറ്റും വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോഴോ ഓരോ നരകങ്ങളുടെയും നരകാനുഭവങ്ങളുടെയും കഷ്ടതകളെപ്പറ്റി തമ്പ്രാക്കൾ വിവരിച്ചു പറഞ്ഞു കേട്ടപ്പോൾ ഭയവും പേടിയും സഹിക്കാൻ പാടില്ലാതായിട്ട് ശങ്കരൻ കരയാൻ തുടങ്ങി. വേണം, എന്തിനാ പാവങ്ങൾ നിരപരാധികളെ കൊന്നി? അയാൾ കേവലം മൂഢനായിരുന്നുവെങ്കിൽ അയാൾക്ക് തമ്പ്രാക്കളെ കുറിച്ച് വളരെ ഭക്തിയും അവിടുത്തെ വാക്കിൽ ദൃഢമായ വിശ്വാസവും ഉണ്ടായിരുന്നു. അതിനാൽ അയാൾ വ്യസനിച്ച് കരഞ്ഞു തൊഴുതുകൊണ്ട്, അടിയന്റെ അറിവില്ലായ്മ കൊണ്ട് ഇങ്ങനെ ചെയ്തു പോയി. ഇനി ഈ മഹാപാപം തീരാൻ വല്ല വഴിയുമുണ്ടോ? അടിയൻ എന്ത് ചെയ്താലാണ് ഈ മഹാപാപം തീരല്? അതുകൊണ്ടൊന്നും കൂടി അവിടുന്ന് അരുളി ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പൊ തമ്പ്രാക്കൾ എന്ത് പറഞ്ഞു? ഈ മഹാപാപം തീരാൻ ഗംഗാസ്നാനമല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ശങ്കരൻ ചോദിച്ചു, അത് ചെയ്താൽ ഇത് തീരുമോ? അത് സംശയിക്കാനുണ്ടോ? കാശിയിൽ പോയി ഗംഗാസ്നാനവും വിശ്വനാഥ ദർശനവും കഴിച്ചാൽ തീരാത്ത പാപങ്ങളൊന്നുമില്ലടോ എന്ന് പറഞ്ഞു. എന്നാൽ അടിയൻ ഇപ്പോൾ തന്നെ യാത്രയാണ്. ഇനി പാപം തീർത്തിട്ടല്ലാതെ മറ്റൊരു കാര്യമില്ല എന്നും പറഞ്ഞു. ഇപ്രകാരം പറഞ്ഞിട്ട് തമ്പ്രാക്കളെ ഭക്തിപൂർവ്വം വന്ദിച്ചുകൊണ്ട് ശങ്കരൻ നായരെ കാശിക്ക് യാത്രയായി.
അങ്ങനെ ഇരിക്കുന്ന കാലത്തൊരു ദിവസം കാശി വിശ്വനാഥനോട് അവിടുത്തെ വാമോത്സംഗയെ വാഴുന്ന ഭഗവതി സുന്ദരി കൈമവതി ചോദിച്ചു ഭക്തിയോടെ, അല്ലയോ ഭഗവാനെ, ഗംഗാസ്നാനം ചെയ്യുന്നവരെല്ലാം പാപവിമുക്തരായി മോക്ഷത്തെ പ്രാപിക്കുമെന്നാണല്ലോ പറയുന്നത്. എന്നാൽ അസംഖ്യം ആളുകൾ ഇവിടെ വന്ന് ഗംഗാസ്നാനം കഴിച്ചു പോകുന്നുണ്ട്. ഇവർക്കൊക്കെ മോക്ഷം ലഭിക്കുമോ? ഏയ്, ഒന്നുമില്ല. ഭഗവാൻ പറയുന്നു ആരോട്? പാർവതിയോട്. ഏയ്, ഒന്നുമില്ല. ഭക്തിയും വിശ്വാസവും ആണ് പ്രധാനം. അവയുണ്ടെങ്കിലല്ലാതെ മോക്ഷപ്രാപ്തി ഉണ്ടാവുകയില്ല. അവയുള്ളവർ ഇക്കാലത്ത് ചുരുക്കമാണ് താനും. അവയില്ലാതെ ഗംഗാസ്നാനം ചെയ്തുകൊണ്ട് യാതൊരു ഫലവുമില്ല. ഇത് വേണമെങ്കിൽ ഞാൻ നാളെ തന്നെ ബോധ്യപ്പെടുത്തി തരാട്ടോ എന്ന് പറഞ്ഞു. ഇയാള് പോന്നത് ഭഗവാനെ അറിയുമല്ലോ. ഈ സംഭാഷണം നടന്നൊരു പിറ്റേ ദിവസമാണ് രാവിലെ നമ്മുടെ ശങ്കരൻ നായർ കാശിയിലെത്തിയത്. അപ്പം അസംഖ്യം ആളുകൾ അവിടെ സ്നാനാദികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ശങ്കരന് സ്നാനത്തിന് ആരംഭിച്ചു. ആ സമയം ഭഗവാൻ വിശ്വനാഥൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെയും ശ്രീപാർവതി വൃദ്ധയായ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെയും വേഷം ധരിച്ച് ഗംഗാതീരത്തിൽ വന്നെത്തി. ആ വൃദ്ധബ്രാഹ്മണൻ വിറച്ചു ചെന്ന് നദിയിലേക്ക് ഇറങ്ങാനായി ഭാവിച്ച സമയം കാൽ തെറ്റിച്ച് വെള്ളത്തിൽ വീണു. അവിടെ കിടന്ന് മുങ്ങുകയും വെള്ളം കുടിക്കുകയും ചെയ്ത് മരിക്കാൻ ഭാവിച്ചു. അപ്പോൾ ബ്രാഹ്മണ സ്ത്രീ കരഞ്ഞു, എന്റെ ഭർത്താവ് കുടിച്ചു ചാവാൻ ഭാവിക്കുന്ന അദ്ദേഹത്തിന് നീന്താൻ അറിഞ്ഞുകൂടായേ, ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് പിടിച്ച് കയറ്റി രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. ആ വിളി കേട്ടിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം ഓടിയെത്തി. ആ കൂട്ടത്തിൽ നമ്മുടെ ശങ്കരനും ഉണ്ടായിരുന്നു. എല്ലാവരും അടുത്ത് ചെന്നപ്പോൾ ബ്രാഹ്മണ സ്ത്രീ, പാപം തീരാത്തവരാരും എൻ്റെ ഭർത്താവിനെ തൊടരുതേ, പാപമുള്ളവർ തൊട്ടാൽ അപ്പോൾ അദ്ദേഹം മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് പാപം തീർന്നോ ഇല്ലയോ എന്ന് എങ്ങനെ നിശ്ചയിക്കാം? നിമിത്തം ഒരു ബ്രാഹ്മണൻ മരിച്ചു എന്ന് വരുമോ? അല്ലെങ്കിൽ തന്നെ വേണ്ടുന്ന എത്ര പാപം എനിക്കുണ്ട്. ഈ ബ്രാഹ്മണനെ ഞാൻ കൊല്ലാൻ കഴിയില്ലല്ലോ പറഞ്ഞിട്ട് അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചു. എല്ലാവരും പിന്മാറിയപ്പോൾ നമ്മുടെ ശങ്കരനുണ്ടല്ലോ, ഗംഗാസ്നാനം ചെയ്താൽ സകല പാപവും തീരുമെന്നാണല്ലോ തന്റെ തമ്പുരാൻ അരുളി ചെയ്തിട്ടുള്ളത്. എനിക്കിനി പാപം എവിടെയാണ് എന്ന് വിചാരിച്ച് എൻ്റെ സകല പാപങ്ങളും തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണനെ പിടിച്ചു കയറ്റി. ഭഗവാനും ഭഗവതിയും അവിടെ നിന്ന് പോയതിന് ശേഷം ഇന്നവിടെ സ്നാനം കഴിച്ചിട്ടുള്ളവരിൽ എന്നെ പിടിച്ചു കയറ്റിയ ഒരുവന് മാത്രം മോക്ഷമുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. അവന്റെ വിശ്വാസം കണ്ടില്ലേ എന്ന് ഭഗവാൻ അരുളി ചെയ്യുകയും ചെയ്തു. ദേവി സമ്മതിക്കുകയും ചെയ്തു. പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഗംഗാസ്നാനം ചെയ്യുകയും വിശ്വനാഥനെ ദർശിക്കുകയും വിശേഷിച്ചും ലോകൈകനാഥനായിരിക്കുന്ന ഭഗവാന്റെ പരസ്പർശത്തിന് ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്ത ശങ്കരന് മോക്ഷം കിട്ടുമോ എന്ന് പിന്നെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അയാൾ കാശിയിൽ വെച്ച് തന്നെ അചിരേണ ഭഗവത് സായുജ്യത്തെ പ്രാപിച്ചു. പശുക്കളെ തച്ച് കൊന്ന പാപെല്ലാം തീർന്നത് എന്തുകൊണ്ട്? ആ വിശ്വാസം കൊണ്ട്. ശങ്കരൻ കാശിക്ക് പോയതിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആഴ്വാഞ്ചേരി മനക്കല് സന്താനാദ്യ ഐശ്വര്യങ്ങൾ കുറഞ്ഞു തുടങ്ങി. അപ്പൊ തമ്പ്രാക്കൾ അതിന്റെ കാരണം അറിയുന്നതിനായി പാഴൂർ പടിപ്പുരയിൽ ആളേറ്റ് പ്രശ്നം വെപ്പിച്ചു നോക്കി. അപ്പോഴോ പശുഹിംസ ചെയ്തത് ശങ്കരനാണെങ്കിലും തമ്പ്രാക്കൾ കൂടി അന്വേഷിച്ചിരുന്നെങ്കിൽ അതിനിടയാവുകയില്ലായിരുന്നല്ലോ. ദിവസം പശുക്കളെ നോക്കിയും അന്വേഷിക്കലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തച്ച് കൊല്ലാനിട വരത്തിയില്ലല്ലോ. അങ്ങനെ ചെയ്യാതിരുന്നതിനാൽ ആ മഹാപാപത്തിന്റെ ഒരു അംശം തമ്പ്രാക്കളുടെ കുടുംബത്തെ കൂടി ബാധിച്ചിട്ടുണ്ട്. അത് നിമിത്തമാണ് സന്താനക്ഷയം മുതലായ ദോഷങ്ങൾ കാണുന്നതെന്നും ദോഷപരിഹാരാർത്ഥം ആണ്ടുതോറും 7 മുറി പറമ്പുകളിൽ നിറച്ച് പയർ വിതപ്പിക്കുകയും അത് പൂവും കായുമാകുന്ന സമയം വേരിയെടുത്ത് കന്നുകാലികളെ കയറ്റി തീറ്റിക്കുകയും ചെയ്യണമെന്നും, അങ്ങനെ ചെയ്തുകൊണ്ടാൽ ദോഷങ്ങൾ നീങ്ങി ശുഭം ഫലമെന്ന് കണിയാർ വിധിക്കുകയും ചെയ്തു. നല്ലോണം സ്ഥലത്ത് പയറ് കൃഷി ചെയ്യണം. അത് പൂവും കായുമായിട്ട് വരുന്ന സമയത്ത് വേരിയെല്ലാം നീക്കി പശുക്കളെ കൊണ്ട് തീറ്റിക്കണം. ആ വിധിപ്രകാരം 3 കൊല്ലം ചെയ്തപ്പോഴേക്കും മനക്കൽ സന്താനവും സമ്പത്തും എന്ന് വേണ്ട സകല ഐശ്വര്യവും പൂർവാധികം വർദ്ധിക്കുകയാൽ ഈ പുണ്യകർമ്മം എന്ന് നടത്തണമെന്ന് നിശ്ചയിച്ചു തമ്പ്രാക്കള് അതിനു വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തു. അതവിടെ ഇപ്പോഴും നടന്നു വരുന്നുണ്ടെന്നാണ് കേൾവി. എന്ന് മാത്രമോ, പശുക്കളെ വളർത്തുന്നത് അങ്ങനെ ആയാലും
അല്ല, എങ്ങനെയായാലും ഒടുക്കം ദോഷകരമായി പരിണമിക്കുകയുള്ളൂ എന്നും അതിനാൽ മേലാൽ നമ്മുടെ ഇല്ലത്തെ ഏർപ്പാട് വേണ്ട എന്ന് തമ്പ്രാക്കൾ തീർച്ചപ്പെടുത്തി. അക്കാലം മുതൽ ആഴ്വാഞ്ചേരി മനക്കൽ പശുക്കളെ വളർത്തുന്ന പതിവില്ല. ഇങ്ങനെ ഓരോ കാരണങ്ങളാൽ പകാരാദികളായ 10 കൂട്ടം ആ മനക്കൽ ഇല്ലാതെ ആയിത്തീർന്നു. അതിനെപ്പറ്റി കേട്ടിട്ടുള്ളൊരു ശ്ലോകം താഴെ എഴുതുന്നു. ഇത് പകാരം, എന്നുള്ള 10 കാര്യങ്ങൾ. പായും പരമ്പ് പശു പാത്രിപടറ്റിവാഴ പത്തായവും പലക പൈതൽ പണം തഥൈവ പായാധിപത്തിവ പടിപ്പുരയോടുകൂടി തമ്പ്രാക്കതൻ നിലയനേ നഹി എന്ന് കേൾപ്പൂ. അതാണ് ആ ശ്ലോകം. അതാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെയും ശങ്കരൻ നായരെയും കഥ. ഇനി കഥയോടെ നമുക്ക് നിർത്താം അല്ലെ.